സർക്കാർ ആശുപത്രികളിൽ വൈറ്റമിൻ എ തുള്ളിമരുന്നിന് ക്ഷാമം നേരിടുമ്പോൾ ന്യായീകരണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് ശേഖരമുണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. ഇതോടെ ജനം TV നടത്തിയ അന്വേഷണത്തിൽ മരുന്ന് ക്ഷാമമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അത് എത്രത്തോളം കെടുകാര്യസ്ഥതകൾ നിറഞ്ഞതാണ് എന്നുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ നമ്മുടെ മുമ്പിലുള്ള വാർത്തകളുണ്ട്. ഒരു സ്ഥലത്ത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ കിട്ടാതെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു. ചിലയിടങ്ങളിൽ മരുന്ന് കുത്തിവെച്ച് കുട്ടികളെ അടക്കം ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ഒരാൾ മരിക്കുന്നു. അതുപോലെ ഈ പറയുന്ന പ്രധാനപ്പെട്ടൊരു തുള്ളിമരുന്ന് പോലും നൽകാൻ കഴിയാത്ത രീതിയിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ. പ്രജിത്ത്, സംസ്ഥാനത്ത് വൈറ്റമിൻ എ മരുന്ന് ലഭിക്കുന്നില്ല എന്ന വാർത്ത ജനം TV ആണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയിട്ടാണ് ഈ വാർത്ത നൽകുന്നത്. അതിൽ ആശുപത്രിയിൽ തന്നെ അധികൃതർ, നഴ്സ് അങ്ങനെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളടക്കം പ്രതികരിക്കുന്നുണ്ട്. ഈ മരുന്ന് ലഭിക്കുന്നില്ല, കഴിഞ്ഞ കുറേ നാളുകളായി മരുന്ന് ലഭ്യമല്ല എന്നടക്കമുള്ള വിവരങ്ങൾ അവർ തന്നെ പങ്കുവയ്ക്കുന്നു. ഇത്തരത്തിൽ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് അത്തരത്തിലൊരു ക്ഷാമം നിലവിലില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ആരോഗ്യമന്ത്രി പറയുന്നത് അത്തരത്തിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ മരുന്ന് ശേഖരണം ഉണ്ട് എന്നടക്കമുള്ള ന്യായീകരണങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ കുറേ കാലമായി മരുന്നില്ല, പല ആശുപത്രികളിലും ഇത്തരത്തിൽ മരുന്ന് വളരെ വിരളമായിട്ടാണ് ലഭിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇത്തരത്തിൽ നമ്മൾ വാർത്ത നൽകുന്നത്. എന്നാൽ അതിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നൽകുകയും ചെയ്തത്. എന്നാൽ ഇതിനോട് മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. നമുക്കറിയാം, വൈറ്റമിൻ എ പോലെയുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് വലിയ കുട്ടികൾക്കടക്കം ആവശ്യമുള്ളതാണ്, വലിയ ആവശ്യം നേരിടുന്ന ഒരു മരുന്ന് കൂടിയാണ്. എന്നാൽ അത്തരം മരുന്നുകൾ സംരക്ഷിച്ചു വയ്ക്കാൻ പോലും സ്ഥലമില്ല, അല്ലെങ്കിൽ സംരക്ഷിച്ചു വയ്ക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി, അതായത് ഈ മരുന്നിൻ്റെ ലഭ്യത ഇല്ലാതായതോടുകൂടി തന്നെ നിരവധി പേർ പരാതി പറഞ്ഞ് രംഗത്തെടുത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളോടും പരാതി പറഞ്ഞു. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ മരുന്ന് കിട്ടാതെ വന്ന് തിരിച്ചുപോയി, വീണ്ടും വന്നു, വീണ്ടും തിരിച്ചു പോകും, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് കടന്നുപോയത്. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റമിൻ എയുടെ മരുന്നിൻ്റെ അഭാവമുണ്ട് എന്ന രീതിയിൽ പരാതിയുമായൊക്കെ രംഗത്തെത്തിയത്. ഇതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. എന്നാൽ ആരോഗ്യമന്ത്രി കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ പ്രതികരണങ്ങൾ അടക്കമാണ് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഈ വൈറ്റമിൻ എ മരുന്നിന്റെ ലഭ്യത കുറവുണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ വാർത്ത നൽകിയത്. പക്ഷേ മന്ത്രിയുടെ അവകാശവാദം മറിച്ചാണ്. അത് തെറ്റെന്ന് തെളിയിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും നമ്മൾ പുറത്തുവിടുന്നുണ്ട്.